എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു യാത്രയിലായിരിക്കുമ്പോൾ തൊട്ടു മുൻപിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വാഹനം പുറത്തേക്ക് കറുത്ത കട്ടിയുള്ള പുക വമിപ്പിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നിങ്ങൾ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? റോഡും പരിസരവും കാണാനാവാത്ത വിധത്തിൽ പുക കൊണ്ട് മൂടിയ വഴിയിലൂടെ നിങ്ങൾ ആ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി കുറെ ദൂരം സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അറിയാതെ തലയിൽ കൈവച്ച് നിങ്ങൾ പറഞ്ഞു പോകും, ദൈവം ഇവനൊക്കെ ആരാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന്. ശരിയല്ലേ? ഒരു വശത്ത് കർശനമായ പരിശോധനകൾ നടക്കുമ്പോഴും പൊതുനിരത്തിലൂടെ പുക തുപ്പിയും അപകടങ്ങൾ ഉണ്ടാക്കിയും ഒട്ടും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ ചീറിപ്പായുന്നത് നാം കണ്ട് ആശ്ചര്യപ്പെട്ടു പോകും. എന്നാൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച വിഷയത്തിൽ പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ട്. സ്വന്തമായി വാഹനങ്ങളുള്ള, പ്രത്യേകിച്ച് വാണിജ്യ വാഹനങ്ങളുള്ള എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പഴയ പോലെ ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ താഴെ കയറി കിടന്ന് മുകളിലേക്ക് നോക്കി പരിശോധിക്കുന്ന പരിപാടിയൊന്നും ഇനി മുതൽ ഉണ്ടാവില്ല. അതായത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കൂടുതൽ ഓട്ടോമേറ്റഡും ഡിജിറ്റലും ഒക്കെ ആക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ അഥവാ ATSകൾ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫീസ് എത്രയാകും? ടെസ്റ്റിംഗിൽ വാഹനം പരാജയപ്പെട്ടാൽ പിന്നെ ആ വാഹനത്തിന് എന്താണ് അവസ്ഥ? അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യമേ തന്നെ എന്താണ് ATS എന്ന് വിശദമാക്കാം. മാനുവൽ ഇടപെടൽ പരമാവധി കുറച്ച്, അതായത് മനുഷ്യന്റെ ഇടപെടലുകൾ കുറച്ചിട്ട് കമ്പ്യൂട്ടറുകളും ആധുനിക പരിശോധന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന കേന്ദ്രങ്ങളെയാണ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ 14 ജില്ലകളിലായി 28 ATS സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഓരോ ജില്ലയിലും 2 സ്റ്റേഷനുകൾ വീതം വരും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരം വാണിജ്യ വാഹനങ്ങൾക്ക് നിരത്തിലോടാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പഴയതരം പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാത്ത പല തകരാറുകളും ഇത്തരം കമ്പ്യൂട്ടറൈസ്ഡ് പരിശോധനയിൽ കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. വാഹനങ്ങളുടെ മെക്കാനിക്കൽ ഫിറ്റ്നസ് കൂടുതൽ കൃത്യമായി പരിശോധിക്കുന്നതിലൂടെ വാഹന തകരാറുകൾ മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കുകയാണ് ഈ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇനി ഇതെങ്ങനെ ടെസ്റ്റിങ്ങിനായി ബുക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വണ്ടി കൊണ്ടുപോയി ഫിറ്റ്നസ് എടുക്കാൻ ഇനി കഴിയത്തില്ല. കേന്ദ്ര സർക്കാരിന്റെ വാഹൻ വെബ്സൈറ്റിലെ AFMS പോർട്ടൽ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്ലോട്ട് എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേഷനുകളിൽ നേരിട്ട് പണമിടപാടുകൾ ഇല്ല എന്നതാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായി നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി ഫീസിന്റെ കാര്യമോ? അത് പറയാം. ഫിറ്റ്നസ് ടെസ്റ്റിന്റെയും സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെയും ഫീസ് വാഹനത്തിന്റെ വിഭാഗവും പഴക്കവും അനുസരിച്ച് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ചില വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകമായി പുതുക്കിയ നിരക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതിനാൽ ബുക്കിംഗ് സമയത്ത് AFMS പോർട്ടലിൽ കാണിക്കുന്ന നിലവിലെ ഫീ തന്നെയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. ബുക്ക് ചെയ്ത സമയത്ത് വണ്ടിയുമായി ചെന്നാൽ പരിശോധനയുടെ വിവിധ ഘട്ടങ്ങൾ സാധാരണയായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാന പരിശോധനകൾ എന്നറിയാമോ? ഓരോ ചക്രത്തിലെയും ബ്രേക്കിംഗ് കൃത്യത മെഷീനുകൾ അളക്കും. വണ്ടിയുടെ അടിഭാഗത്തെ ജോയിന്റുകളുടെ തേയ്മാനം കൃത്യമായി ഈ മെഷീൻ കണ്ടെത്തും. അമിതമായ പുക, വലിയ ശബ്ദമുള്ള ഹോൺ എന്നിവ തീർച്ചയായും പിടിക്കപ്പെടും. പ്രകാശത്തിന്റെ ദിശയും സ്പീഡോമീറ്ററിലെ കൃത്യതയും പരിശോധിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ പരിശോധനാ ഫലങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതുവരെ ഈ ഡാറ്റകൾ രഹസ്യമായി സൂക്ഷിക്കപ്പെടും. ഇതിലൂടെ ഉദ്യോഗസ്ഥരുടെയോ ഏജന്റുമാരുടെയോ മറ്റു വ്യക്തികളുടെയോ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പരിശോധനാ വിവരങ്ങൾ ഡിജിറ്റൽ സിസ്റ്റം വഴി രേഖപ്പെടുത്തുകയും ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലേക്ക് അത് രഹസ്യമായി കൈമാറുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ വാഹനം ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വാഹനം നന്നാക്കി റീടെസ്റ്റിന് കൊണ്ടുവരാൻ കഴിയും. വാഹനം ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ തകരാറുകൾ പരിഹരിച്ച ശേഷം 180 ദിവസത്തെ പരിധിക്കുള്ളിൽ മൾട്ടിപ്പിൾ റീടെസ്റ്റ് നടത്താനുള്ള വ്യവസ്ഥയുണ്ട്. തകരാറുകൾ പരിഹരിച്ച ശേഷം ബാധകമായ നിയമപ്രകാരം വീണ്ടും പരിശോധനയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായി കഴിയും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. 180 ദിവസത്തിനുള്ളിൽ വാഹനം ഫിറ്റ്നസ് ഉള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എൻഡ് ഓഫ് ലൈഫ് വെഹിക്കിൾ ELV ആയി വാഹന സംവിധാനത്തിൽ ഫ്ലാഗ് ചെയ്യപ്പെടുകയും തുടർന്ന് ബാധകമായ സ്ക്രാപ്പിംഗ് നടപടികൾക്ക് വാഹനത്തെ വിധേയമാക്കുകയും ചെയ്യും. പിന്നീട് അത് നിരത്തിലിറക്കാൻ ആവില്ല.
ചുരുക്കത്തിൽ പറഞ്ഞാൽ വാഹനം കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ സിസ്റ്റം വലിയൊരു അനുഗ്രഹമാണ്. വളരെ വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ഈ മാറ്റം നമ്മളെ സഹായിക്കും. ഈ സുപ്രധാന വിവരം വാഹനമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.